ഇടുക്കി പശ്ചാത്തലമായി ഒരു ജോസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥ. അപ്പോൾ ഈ ചെന്നൈ ഒന്നുമില്ല, അതിൻ്റെ ഒരു ക്രൈമും പരിപാടികളും അതൊന്നുമില്ല, ആക്ഷനൊന്നും. ഒരു ജോസിൻ്റെ ഒരു ക്യാരക്ടറും അത് വെച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് വർക്കാവുമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലർ സിനിമ ഇറങ്ങി. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ 4 സീൻ അതേപോലെ പോയി. അപ്പോൾ അത് ഷൂട്ടിംഗ് തുടങ്ങാറായി. പിന്നെ എല്ലാവരും കൂടെ തലകുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ടാണ്. ചിലതൊക്കെ വരുമ്പോൾ തോന്നില്ലേ ഇത് കുറച്ച് അധികം ആവോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ അതൊക്കെ വർക്കായിട്ടുണ്ട്. അതിനകത്ത് ഒരു ടിപ്പർ ലോറി വരും. ടിപ്പർ ലോറിക്കകത്ത് ഇങ്ങനെ ആർട്ടിസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ പൊക്കുമ്പോൾ ഇതിങ്ങനെ താവട്ട് പോയി കഴിഞ്ഞിട്ട് അവർ ഷോട്ട് പോകുന്ന ഷോട്ട്. അപ്പോൾ ഇത് ശരിയാവില്ല, റീടേക്ക്. അപ്പോൾ തിരിച്ച് മണൽ വാരി കോരിയിടും. മണൽ തിരിച്ച് നിറയ്ക്കണമല്ലോ. അപ്പോൾ അത് ഞാനും സുരേഷ് പായിപ്പാട് എന്ന് പറയുന്ന വേറെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ വൈശാഖ്. വെൽക്കം സർ. താങ്ക് യു. 14 വർഷം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഈ മെയ്യിൽ പോക്കിരി രാജ 2010 മെയ്യിലായിരുന്നല്ലോ. ഇതിനിടെ നോക്കിയാൽ 11 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 രീതിയിലും സംവിധായകർ ചെയ്യാറുണ്ട്. ഒരു വർഷം ഒന്നിലധികം സിനിമകൾ ചെയ്യുന്നവരുണ്ട്, ബ്രേക്ക് എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയായിരുന്നു കരിയർ പ്ലാൻ ചെയ്ത്? അങ്ങനെ ബ്രേക്ക് എന്ന് പറഞ്ഞ പ്ലാനിംഗ് ഒന്നുമല്ല. സിനിമ സെറ്റായി വരാൻ സമയമെടുക്കും. നമ്മൾ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ അതൊന്ന് സെറ്റായി വരാൻ ഇച്ചിരി സമയം എടുക്കുമല്ലോ. ആ സ്ക്രിപ്റ്റ് സെറ്റാവണം, പിന്നെ ഹീറോ കറക്റ്റ് അതിനുള്ള ഡേറ്റ് നമുക്ക് അവൈലബിളായിട്ട് വരണം, പിന്നെ പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സമയമെടുക്കും. അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. സിനിമ കുറച്ചുകൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ വർഷത്തിൽ 2 എണ്ണമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നടക്കണ്ടേ. പോക്കിരി രാജ വരുമ്പോൾ സ്വതന്ത്ര സംവിധായകനാകുമ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ളത് ജോഷി സാറിൻ്റെ കൂടെയും ജോണി ആൻ്റണി ചേട്ടൻ്റെ കൂടെയാണല്ലോ. അത്രയും വ്യത്യസ്തമായ സിനിമകളിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് പോക്കിരി രാജ ഫസ്റ്റ് മൂവിയായി സെലക്ട് ചെയ്തു? അങ്ങനെ സംഭവിച്ചതാ. ഞാൻ അങ്ങനെ ചെയ്യാമെന്നുള്ള വിശുദ്ധനായിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്യാനായിട്ടിരുന്നത്. അത് നടക്കാതെ വന്നപ്പോൾ ഉദയകൃഷ്ണ സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്ക്രിപ്റ്റിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ അന്നേരം അവരുടെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ നടത്തിയെടുക്കാൻ പറ്റും, എല്ലാവരും ഡേറ്റ് തരും അങ്ങനെ. അപ്പോൾ അത് ഇങ്ങനെ തന്നപ്പോൾ ആ സിനിമ സംഭവിച്ചതാണ്. പോക്കിരാജ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു. കുറേ നാൾ അതിന് വേണ്ടി പ്രിപ്പയർ അങ്ങനെയല്ല, അതിന് പറയുകയാണെന്ന് അങ്ങനെ അതങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ മമ്മൂക്കാൻ്റെ കൂടെ കുറെ വർക്ക് ചെയ്ത തുറപ്പുകലാനും ഒക്കെ വർക്ക് ചെയ്തൊരു മമ്മൂക്ക അടുത്ത് പോയി സംസാരിച്ച് പിന്നെ അതിലേക്ക് കയറുക ചെയ്തു. ടർബോയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂക്ക എന്നുള്ളതിലപ്പുറം മമ്മൂട്ടി കമ്പനി അതിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് റൈറ്റർ ഡയറക്ടറായിട്ടുള്ള മിഥുൻ ചേട്ടൻ അതിലേക്ക് വരുന്നു അല്ലേ, രാജ് പി ഷെട്ടി വരുന്നു. മൊത്തത്തിലൊരു ഫ്രഷ്നെസ് ഉള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ അഭിലാഷ് പിള്ളയായിരുന്നു മാറി റൈറ്ററായിട്ട് കൂട്ടിയിരുന്ന ഒരാളിപ്പം. ഞാൻ പല റൈറ്റേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യത്തെ സിനിമയാണ് ഉദയകൃഷ്ണ സെറ്റിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ സച്ചി സേതു വന്നിട്ടുണ്ട്. അതിനുശേഷം അവരോട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ സേതു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു. പിന്നെ ബെന്നി നായരമ്പലത്തിനോട് വർക്ക് ചെയ്തു. റൈറ്റേഴ്സ് ഞാൻ മാറി അഭിലാഷ് പിള്ളേരോട് വർക്ക് ചെയ്തു. മിഥുൻ വന്നു. ഉദയകൃഷ്ണരുടെ കൂടെ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരുടെ കൂടെ മാറി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ റീസെന്റ് ആണല്ലോ ഇപ്പോൾ ഉള്ള ആളുകളുടെ അല്ലെങ്കിൽ അഭിലാഷ് പിള്ളേ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമകളുടെ പുതിയ ആൾക്കാർ വരുമല്ലോ. അപ്പൊ അവരുടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ടർബോ എങ്ങനെയാ, അതായത് ഒരു കഥയായിട്ട് അതെ, ടർബോ പിന്നെ നേരെ റിവേഴ്സാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ റിവേഴ്സായിട്ട് വന്നേക്കണം. നമ്മൾ ആദ്യം ഒരു സിനിമ എങ്ങനെ പ്ലാൻ ചെയ്യും, ഏത് തരത്തിലുള്ള സിനിമ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കഥ ഉണ്ടായിരുന്നില്ല അന്നേരം ചെയ്യാൻ. അപ്പം എൻ്റെ സുഹൃത്ത് ഷമീർ മുഹമ്മദ് എഡിറ്റർ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ടാണ് മിഥുൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുത്തി ഒരു കോഫി ഷോപ്പിൽ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. അപ്പം മിഥുന് ഇങ്ങനെ ഭയങ്കര ഒരു മാസ് സിനിമ ചെയ്താൽ കൊള്ളാം എന്നാണ് ആഗ്രഹം. കാരണം അവൻ ഒരു മാസ് സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ അവന് ശേഷം എനിക്കൊരു ത്രില്ലർ സിനിമ ചെയ്താൽ കൊള്ളാമെന്നായിരുന്നു. ഞങ്ങൾ 2 ആവശ്യങ്ങളുമായിട്ടാണ് കൂട്ടിയത്. അപ്പോൾ അന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പക്ഷേ സിങ്കായി, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം അവനൊരു വോയിസ് നോട്ട് അയച്ചു, വലിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇടുക്കി പശ്ചാത്തലമായി ഒരു ജോസ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു കഥ. അപ്പോൾ ഈ ചെന്നൈ ഒന്നുമില്ല, അതിൻ്റെ ഒരു ക്രൈമും പരിപാടികളും അതൊന്നുമില്ല, ആക്ഷനൊന്നും.
ഒരു ജോസിൻ്റെ ഒരു ക്യാരക്ടറും അത് വെച്ചില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വർക്കാവുമെന്ന് മനസ്സിലായി, മാസിൻ്റെ ഫ്ലേവറിൽ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം മാറ്റി വെച്ചു, നമുക്ക് മാസ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വളരെ എളുപ്പത്തിൽ വർക്കാവണതാണ്. പിന്നെ ഞങ്ങൾ കുറേ നാൾ അതിനുവേണ്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഐഡിയ ആയിരുന്നു ആ സിനിമ. അപ്പോൾ ഷമീറും ഞാനും മിഥുനും കൂടി ഇരുന്ന് അത് വർക്ക് ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് ആയ ശേഷമാണ് ഇത് പിന്നെ ആര് ചെയ്യാമെന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ അന്നേരം മമ്മൂക്കൊന്നും ആലോചിച്ചിട്ടില്ല, ആ സമയത്ത് ആലോചിച്ചിട്ടില്ല. ജസ്റ്റ് സ്ക്രിപ്റ്റ് തീർത്ത ശേഷം, സ്ക്രിപ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് അല്ല, ഒരു ഡീറ്റെയിൽഡ് 1 ലൈൻ പോലെ ഒക്കെ ചെയ്ത ശേഷമാണ് ഇങ്ങനെ ആലോചിക്കണം. മമ്മൂക്കയുടെ അടുത്ത് പോയി പറഞ്ഞ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് പോയത്. പോയി കഥയൊക്കെ പറഞ്ഞ് കഥ മുഴുവൻ കേട്ടിട്ട് പുള്ളി ചോദിച്ചു, ഇതാണോ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടം? നമ്മളെ 3 പേരുടെ കൂടെ വീട് വിറ്റാലും അതൊരു ഏരിയ എടുക്കാൻ പോലുള്ള. അപ്പോൾ പിന്നെ മമ്മൂക്ക പറഞ്ഞു ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. അത് ശരിക്കും ഒരു റിലീഫായിരുന്നു. കാരണം വെച്ചാൽ ഇത്രയും ബഡ്ജറ്റ് ആവുന്ന പരിപാടിയല്ലേ. പിന്നെ മമ്മൂക്ക ടേക്ക് ഓവർ ചെയ്തു, മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഏറ്റെടുത്തു. പിന്നെ നൈസായിരുന്നു എല്ലാം. ഈ പറഞ്ഞ ഒരു മലയോരക്കാരൻ, ഒരു അത്യാവശ്യം ഇടിയും അടിപിടിയും ഒക്കെ ഉള്ള ഒരാളൊക്കെ ആയിട്ട് മമ്മൂക്കനെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജോസിനെ കൊണ്ടുവരാന്നുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്ത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങളിത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മമ്മൂക്ക ഇല്ലല്ലോ, ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് പിടിച്ചത്. പിന്നെ മമ്മൂക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വ്യത്യസ്തമായിക്കോളും. കാരണം ഒരിക്കലും മമ്മൂക്ക ചെയ്താൽ പിന്നെ ചെയ്യാൻ പോകുന്നതാണ്, വേറെ രീതിയിൽ എന്തെങ്കിലും പുള്ളി അത് പെർഫോം ചെയ്യുള്ളൂ. സ്വാഭാവികമായും അതിനകത്ത് വ്യത്യസ്തത ഉണ്ടാവും. മമ്മൂക്കയിലുള്ള ഒരു ട്രസ്റ്റാണത്. പുള്ളി വേറെ ഏതെങ്കിലും രീതിയിൽ ആ ക്യാരക്ടർ പിടിക്കും എന്നുള്ളതിൻ്റെ ഒരു ട്രസ്റ്റാണത്. പിന്നെ നമ്മളങ്ങനെ കണ്ടുവന്ന അത്തരം ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പുള്ള കഥാപാത്രങ്ങളുടെ സിനിമകളുടെ ഒരു സ്വഭാവത്തിലല്ല ഇത് പോണത്. ഇത് അവിടുന്ന് തുടങ്ങി വേറൊരു യാത്രയാണല്ലോ, കുറച്ചും കൂടെ വേറൊരു ആക്ഷനിലേക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റം ഈ സിനിമയ്ക്ക് ഉണ്ട്. യൂഷ്വൽ മാസ് സിനിമയുടെ ഒരു ഡ്രാഫ്റ്റിലും അല്ല അത് പോകണം. കുറച്ചൊരു സോഫ്റ്റ് വന്ന് ഒറ്റ ഗ്രാഫ് മെല്ലെ വന്ന് പിന്നെ അങ്ങ് കയറി പോകുന്ന ഒരു പരിപാടിയിലാണ് ഗ്രാഫ് പിടിച്ചിരിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു ഫൺ എലമെന്റ് ഉണ്ടല്ലോ. അയാളുടെ കുഴപ്പം ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സീനുകളിലൊക്കെ ആ തമാശ വരുന്നുണ്ട്. ഇപ്പോൾ പോക്കി രാജയ്ക്കും ഉണ്ടായിരുന്നു. രാജയ്ക്ക് കുറച്ചുകൂടെ എക്സ്ട്രീം ആയിരുന്നു. ഒരു അയാളുടെ വിദ്യാഭ്യാസ കുറവും കാര്യങ്ങളൊക്കെ കൊണ്ട്. പക്ഷെ ജോസും അങ്ങനെ ഒരു ലെയർ വന്നതും ഈ ആദ്യമേ കഥാപാത്രത്തിന് ആ ഒരു ഇതിന് ആദ്യം പറഞ്ഞ കഥ ഹ്യൂമറായിരുന്നു. ഹ്യൂമറിന് പ്രാധാന്യമുള്ള കഥയാണ്. അപ്പം ആക്ഷനാണ് ഞങ്ങൾ പിന്നീട് അതിനകത്തേക്ക് ബ്ലെൻഡ് ചെയ്തത്. ഹ്യൂമർ എലമെന്റ്സ് ഉള്ള സിനിമകൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ലൈക്കബിലിറ്റി കൂടുതൽ കിട്ടും. ആൾക്കാർക്ക് ഇഷ്ടമാണ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ആദ്യം എനിക്ക് കോൺഫിഡൻസ് വന്നെന്ന് പറഞ്ഞതാണ് ആ ഹ്യൂമറിലാണ്. പിന്നീട് ഹ്യൂമർ കുറഞ്ഞ ആക്ഷൻ കയറിയത് നമ്മൾ ആക്ഷൻ സിനിമയിലേക്ക് മാറിയപ്പോൾ. എന്നാലും ഈ പറഞ്ഞ ബേസ് ക്യാരക്ടർ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കില്ല. ഇങ്ങനെ ഒരു രസം ഉണ്ടാവും ഇപ്പോൾ, പ്രത്യേകിച്ചും നമുക്ക് പോലെ ഒരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റിൽ തന്നെ ഇതിനങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹ്യൂമർ പരിപാടികളൊക്കെ ഉള്ളതായിട്ടാണ്. പിന്നെ മിഥുൻ എന്നൊരു ഹ്യൂമർ, അവൻ പറയുന്നത് അങ്ങനെയാണ്, വർത്തമാനം പറയുന്നത് രസമാണ്. പിന്നെ അവനങ്ങനെ ആടൊക്കെ അങ്ങനെ വർക്ക് ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട്. അതെ അതെ. ഇതിൽ മമ്മൂക്കാന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയാവുന്നത് എന്തായിരിക്കും? പുള്ളിയിലേക്ക് എത്തുമ്പോൾ പുള്ളി ഇൻപുട്ട് ആണല്ലോ ആ ക്യാരക്ടറിന്റെ ഒരു ഡിസൈൻ. കാരണം മമ്മൂക്ക ഇപ്പം നമ്മൾ പറയുന്ന ഒരു ബേസ് ഡ്രാഫ്റ്റിൽ നിന്നുകൊണ്ട് പുള്ളിയുടെ ഒരു പെർഫോമൻസ് സാധ്യതകളിലേക്ക് വരുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. പിന്നെ പുള്ളി ഭയങ്കര എഫേർട്ട് എടുത്തു, അല്ലെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയേറെ ഫിസിക്കൽ വർക്ക് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. പുള്ളിയുടെ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. പുള്ളി തന്നെ വിചാരിക്കണം ഞാനിങ്ങനെ ചെയ്യാമെന്ന്. അപ്പം അത് പുള്ളിയുടെ ഒരു തീരുമാനമാണ് അതങ്ങനെ ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ രാജ്ബി ഷെട്ടിയുടെ ഇൻട്രോ സാധാരണ നമ്മൾ നായകന്റെ ഇൻട്രോക്ക് കൈയടിക്കുന്ന പോലെ വില്ലന്റെ ഇൻട്രോക്ക് കൈയടിച്ചതായിരുന്നു. സിനിമയുടെ ഒരു ബേസിക് തിയറിയാണ് ഇങ്ങനത്തെ സിനിമകൾക്ക്. വില്ലൻ എത്ര സ്ട്രോങ് ആവുന്നു അത്രയും നായകൻ. നമ്മൾ ആരെയാണോ അടിക്കുന്നത് അയാളാണ് ശക്തമാവേണ്ടത്. ശരിക്കും അതേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇപ്പൊ റോട്ടിൽ കൂടി പോകുന്ന ഒരാളെ അടിച്ചിട്ട് ഞാൻ ഹീറോ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. വൻ സംഭവമാണ് വില്ലനെങ്കിൽ അയാളെ അടിക്കുമ്പോൾ ഹീറോ വലുതാവും. ആ പാറ്റേണിലാണ് പുള്ളിക്ക് ഞാനെപ്പോഴും അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് അദ്ദേഹത്തിന്റെ സംഭവങ്ങളെ വലുതാക്കി വെക്കുക, അദ്ദേഹത്തിന്റെ ഒരു വേൾഡ് വലുതാക്കുക, അദ്ദേഹത്തിന്റെ ഒരു
ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും ആക്ഷൻ പശ്ചാത്തലമാണെങ്കിലും പുള്ളിയുടെ ഒരു ഫോഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ വലുതായിട്ട് കാണിച്ചിട്ട് അതിലേക്കൊരു പാവം ജോസ് ഒന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആംഗിളാണ് ചിന്തിച്ചത്. അതെ, അങ്ങനെ വെട്രിവേൽ ഷൺമുഖ സുന്ദരം അതില് ഷാജി നടുവലിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ പറയേണ്ടതാ. ഈ വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തിന്റെ ഒരു ഫാക്ടറി. അതെ അതെ. ആദ്യം ഞങ്ങളില്ലേ, ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഞങ്ങൾ ശരിക്കും വേറൊരു പരിപാടിയായിരുന്നു ആലോചിച്ചിരുന്നത്. ഈ കെമിക്കൽ ഫാക്ടറി പോലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിനകത്തിട്ട് കൊല്ലുന്നൊക്കെയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലർ സിനിമ ഇറങ്ങി. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ 4 സീൻ അതേപോലെ പോയി. അതിനകത്ത് ഇങ്ങനെ ഒരു സംഭവത്തിനകത്തിട്ട് കൊല്ലുക. അപ്പം അതായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാറായി. പിന്നെ എല്ലാവരും കൂടെ തലകുത്തി മറിഞ്ഞ് ആലോചിച്ചിട്ടാണ് അവസാനം ട്യൂണയുടെ കൂട്ടത്തിലിട്ടിട്ട് കൊല്ലാൻ. വെറൈറ്റി ആയിരുന്നു. പക്ഷെ അത് അതേസമയം തന്നെ നമുക്കതൊരു ഭീതിപ്പെടുത്തുന്ന രീതിയല്ല. അപ്പം അശാകേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വയലൻസ് എനിക്ക് വലിയ താല്പര്യമില്ല, അടിയിടിയൊക്കെ കണ്ടാൽ ഞാൻ മെല്ലെ പോകും, പടത്തിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. പക്ഷെ ഇതിൽ ഇപ്രാവശ്യം കുറച്ചധികം വയലൻസ് വന്നിട്ടുണ്ട്. അല്ലാതെ ആ വില്ലന്റെ ടെറിട്ടറി കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് ഉപയോഗിച്ചത്. മീൻസ് ഇയാൾ ഇത്ര ഭീകരനാണ്, ഇയാൾ ഇത്തിരി സൈക്കോയാണ്. അപ്പോൾ ആ സംഭവങ്ങളൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. മിഥുൻ അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ കില്ലിങ് അയാൾക്കൊരു ഫണ്ണാണെന്ന് എഴുതിയിരിക്കുന്നത്. അയാൾക്ക് അത് അയാൾ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരാളെ കാണിക്കണമല്ലോ, അത് ആൾക്കാർക്ക് തോന്നണമല്ലോ കാണുമ്പോൾ. ആ സൈക്കോ സാധനം നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അതുപോലെ ബിന്ദു ചേച്ചി ഇപ്പം പോക്കിരാജയിൽ പെങ്ങളായിട്ട് വന്നിട്ട് സുരാജേട്ടനുമായിട്ടുള്ള ആ കോംബോ അത്രയും ചിരിപ്പിച്ചതാ. ഇവിടെ നേരെ തിരിച്ച് അമ്മയായി വരുന്നു. അതൊരു പ്രാധാന്യമുള്ള അമ്മ റോൾ. ശരിക്കും ബിന്ദു ചേച്ചി അല്ലായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്, മല്ലിക ചേച്ചി ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത്. അത് കാണുമ്പോ മല്ലിക ചേച്ചിയൊക്കെ ചെയ്തിരുന്ന ബ്രോഡാഡിയിലേക്കൊരു അങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റ് ചേച്ചിക്ക് വരാൻ പറ്റാതെ വന്നപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മളൊരു 3 days മുമ്പാണ് മല്ലിക ചേച്ചി ബിന്ദു ചേച്ചിനെ വിളിച്ചതും ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. അത് നമുക്ക് കാസ്റ്റ് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടിരിക്കുക, ഇത് എന്ത് ചെയ്യും, തുടങ്ങാൻ 3 ദിവസമുള്ളൂ, പുള്ളിക്കാരത്തി വേണം ഫസ്റ്റ് ഡേ. അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ടെൻഷൻ വെച്ചിരിക്കും. നമുക്ക് ദുബായിലായിരുന്നു. ഒന്ന് ഫോൺ വിളിച്ച് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ബിന്ദുവിനെ കാസ്റ്റ് ചെയ്യുന്നൊക്കെ കറക്റ്റായിരിക്കുന്നു. അതിന് പിന്നെ രണ്ടും കൽപ്പിച്ചു. ബിന്ദു ചേച്ചി പെർഫോമർ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഏത് കൊടുത്താലും ഓക്കെ ആവുമെന്നറിയാം. പിന്നെ ഒന്ന് രൂപമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പല്ലൊക്കെ ഓർഡർ ചെയ്ത് 24 മണിക്കൂറിനകത്ത് പല്ലൊക്കെ വന്ന് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് ടോണി സ്റ്റാർക്കൊക്കെ ഇതിന്റെ ഏരിയ അവന്റെ ഒരു ടെറിട്ടറി അതൊക്കെ. ഈ മാർവൽ സിനിമകളുടെ ഒക്കെ ഭയങ്കര ഫാൻ. അങ്ങനെ അതിന്റെ ഒരു ആളാ. അതിനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നാളായി, അത്ര ഫാനാണ്. അപ്പം അവന്റെ കോൺട്രിബ്യൂഷനാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ അവന്റെ സ്ക്രിപ്റ്റിലുള്ളതാണ്. ഇതുപോലെ എപ്പോഴും പല വിശുദ്ധൻ വന്നിട്ടുണ്ട്, സൗണ്ട് തോമ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നൈറ്റ് ഡ്രൈവ് വന്നപ്പോഴും പറഞ്ഞു എൻ്റെ ഒരു മാസ് സിനിമയല്ല ഇത് വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്നും വന്നത്. പക്ഷെ എപ്പോഴും വൈശാഖ് എന്നുള്ള ഒരാളുടെ സിനിമ വരുമ്പോൾ ഒരു മാസ് എന്റർടൈനർ പ്രതീക്ഷ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസ് പടത്തിന്റെ വക്താവായിട്ട് എപ്പോഴും വയ്ക്കാം. അങ്ങനെ ആയി പോകുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത സിനിമ പോക്കിരാജ ആയതുകൊണ്ടായിരിക്കാം മധുരരാജ വന്നു. ഞാൻ പിന്നെ ശരിക്കും ഞാൻ വളരെ കുറച്ച് സിനിമകൾ ആ ജോണിൽ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ പോക്കിരാജ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സീനിയേഴ്സ് വേറെ ജോണ്ടറാണ്, മല്ലു സിംഗ് വേറെ ജോണ്ടറാണ്, സൗണ്ട് തോമ വേറെ ജോണ്ടറാണ്. പിന്നെ എനിക്ക് പോക്കിരാജാണ് ശരിക്കും പറഞ്ഞു. അല്ല സോറി, പുലിമുരുകനാണ്. പോക്കിരാജ, പുലിമുരുകൻ, മധുരരാജ, ടർബോ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ 4 സിനിമകളെ ഞാൻ ശരിക്കും മാസ് ചെയ്തിട്ടുള്ളൂ, 11 സിനിമകളിൽ. പക്ഷെ മാസ് സിനിമ ചെയ്യുമ്പോൾ വലിപ്പം കൂടുതൽ, അതെങ്ങനെ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടും. അതങ്ങനെ അത് ഇയാളിത് ചെയ്താൽ മതി എന്നുള്ളൊരു പോയിന്റിലായി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഭാരം വരാറുണ്ടോ? അതായത് ഇപ്പൊ മാസിന്റെ ഒരാളായിട്ടല്ലേ നമുക്ക്, എനിക്കത് ഇഷ്ടമാണ് ചെയ്യാൻ. പിന്നെന്താ അങ്ങനത്തെ പരിപാടികൾ പിടിക്കാനേ. ഈ പറഞ്ഞൊരു കോംബോയില് ഇപ്പൊ ഈ ഫൈറ്റ് സീനൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ ഒരു ഓരോരുത്തരുടെ കൂടെ ചെയ്യുമ്പോൾ ഉദയകൃഷ്ണ സിബി ചെയ്യുമ്പോൾ, ഉദയകൃഷ്ണ ചെയ്യുമ്പോൾ ഇപ്പം MMTന്റെ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിലും ഇത് മിഥുൻ ചേട്ടൻ ഒരു ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പം സച്ചി സേതു വർക്ക് ചെയ്യുമ്പോൾ അവർ ഡയറക്ടേഴ്സ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ കൂടി പുള്ളി എഴുതി വെക്കുമ്പോൾ, ഫൈറ്റ് സീനുകൾ എഴുതി വെക്കുമ്പോഴൊക്കെ അത് നിങ്ങൾ സ്ക്രിപ്റ്റ് തന്നെ അത്രയും പ്രിപ്പയർഡ് ആയിട്ടാണോ ഇത് ചെയ്യാറ്? രണ്ട് ജോബാണ് ആക്ച്വലി. ഇപ്പം ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമയിലെ ആക്ഷൻ വിജയിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാവണം. എൻ്റെ കാരണം ഇപ്പോൾ ഒരു ആക്ഷൻ ഒരു സിനിമയിൽ കൈഡി കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റ് റൈറ്ററുകളുടെ കൈഡിയാണ്. എൻ്റെ കാരണം എന്ന് പറയുമോ ആ സിറ്റുവേഷൻ കറക്റ്റ് ആവണം.
വെറുതെ ആക്ഷൻ എവിടെ കൊണ്ടിട്ടിട്ട് ഒന്നും വർക്കാവാൻ പോണില്ല. ആക്ഷൻ വരേണ്ട സ്ഥലത്ത് വന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ആ അടിക്കാനുള്ള സാഹചര്യം കറക്റ്റ് ആവണം. ആ അടിക്ക് ശേഷം അത് ഡ്രൈവ് ചെയ്ത് പോവുകയും വേണം. എന്നാലും അടി കണ്ടോണ്ടിരിക്കണം. അല്ല ആദ്യത്തെ ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കും. അടി എന്തിനാന്ന് ചോദിക്കുക. അപ്പം അത് കറക്റ്റ് ഒരു പ്ലേസ്മെന്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് റൈറ്ററുടെ ജോബ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പള്ളിപ്പെരുന്നാള് അല്ലെങ്കിൽ ഇങ്ങനെ അത് വെറുതെ ഇങ്ങനെ നമുക്ക് പള്ളിപ്പെരുന്നാൾ അടി വെക്കാൻ, പോലീസ് സ്റ്റേഷനിൽ അടി വെക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ആ പോലീസ് സ്റ്റേഷനിലേക്ക് കഥ എത്തണം. അവിടെ ഒരു ക്രൈസിസ് വരണം. ആ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന പോലത്തെ സിറ്റുവേഷൻ വേണം. ഇതൊക്കെ ഒരു റൈറ്റർ പ്ലേസ് ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഉള്ളത് എക്സിക്യൂഷൻ പാർട്ട്. എക്സിക്യൂഷൻ പാർട്ട് നമുക്കുള്ളത് ഈ സിറ്റുവേഷൻ എത്ര വലുതാണോ, ആ എത്ര ഗ്രിപ്പുള്ളതാണോ അതിന് നീതി പുലർത്തുന്ന പോലെ, അതിനോട് മാച്ച് ചെയ്യുന്ന പോലെ ആക്ഷൻസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് കൊറിയോഗ്രാഫി ചെയ്യുക എന്നുള്ളതാണ്. അത് വേറെ പ്രോസസ്സാണ്. അത് നമ്മൾ ടെക്നിക്കലി ആണെന്ന് പറയാം. നമ്മളത് ഡിസൈൻ ചെയ്ത് അത് ഈ പടത്തിനകത്തൊക്കെ പ്രീ ഷൂട്ടൊക്കെ ചെയ്ത് മൊബൈലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഫൈറ്റ് കൊറിയോഗ്രാഫി സെൽഫായിട്ട് ഒരു ധാരണയുടെ ശേഷമാണോ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് നമ്മളൊരു ബേസിക് കൊറിയോഗ്രാഫി എത്തും. അത് നമ്മളിപ്പോൾ ഞാനും ഇതിനും ഷമീറും കൂടെ ഇരുന്ന് അതിനൊരു ഐഡിയ, അതായത് ഈ ആക്ഷൻ്റെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അതിൻ്റെ പോക്ക് ഏത് തരത്തിൽ, ഏത് സ്വഭാവത്തിൽ, ഏത് കൾച്ചറിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ എത്തിയ ശേഷമാണ് നമ്മൾ ആക്ഷൻ ഡയറക്ടറെ വിളിക്കുക. ആക്ഷൻ ഡയറക്ടർ നമുക്കത് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്ത് തരും. ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരാൾ ഓടി വരുന്നു, അയാളെ നമ്മൾ ചവിട്ടി വിട്ടുന്നു. ആ ചവിട്ടുന്ന ആൾ പോയി ഒരു സ്ഥലത്ത് വീഴുമ്പോൾ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നു, ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് പ്രാക്ടിക്കലി നടക്കണമല്ലോ. ഈ പ്രാക്ടിക്കലി നടക്കാൻ അതിൻ്റെതായ ഒരു സെറ്റപ്പും അതിൻ്റെതായ ഒരു സംഭവവും വേണം. അത് അവർ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് വന്ന ശേഷം നമ്മളിത് ഷൂട്ട് ചെയ്യും, മൊബൈൽ ക്യാമറ വെച്ചൊന്ന് ഷൂട്ട് ചെയ്യും. അപ്പം നമുക്ക് കൃത്യമായ ഐഡിയ കിട്ടും ഇത് എങ്ങനെ വർക്കാവും എന്നുള്ളത്. രാജ്ബി ഷെട്ടി വന്ന് ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, ആ ഒരു മീനിന്റെ ഒക്കെ ഒരു ഇത്. അത് ഞാൻ 3 വേഷം എടുത്തു. 3ാമത്തെ വേഷനാണ് അതിനകത്ത് ഉപയോഗിച്ചത്. ഏറ്റവും മൈൽഡ് വേഷനാണ് ഉപയോഗിച്ചത്. അതിനേക്കാൾ ഭീകരമായ വേഷം കറങ്ങിയൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് റോപ്പല്ല, പുള്ളി തന്നെ ചാടി. പുള്ളി ഭയങ്കര ഒരു ഫിസിക് അങ്ങനെയുള്ള ആളാണ് പുള്ളി. പുള്ളിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആണ് ഭയങ്കരമായിട്ട്. പുള്ളി ആദ്യത്തെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ചാടി വന്ന് ഇരുന്നിട്ട് ബീഡി വലിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ കുറച്ചും കൂടെ സൈക്കോ ആയിരുന്നു. അതിനൊരു ലീഡ് സീൻ ഉണ്ടായിരുന്നു. ആ സീൻ എടുത്ത് കളഞ്ഞു ലാസ്റ്റ് വേറെ ചില പ്രശ്നങ്ങൾക്ക്. അപ്പം അതുണ്ടായിരുന്നെങ്കിൽ ഇത് വെക്കായിരുന്നു. അപ്പം അതില്ലാതെ വന്നപ്പോൾ പിന്നെ ആൾക്കാരത് കൃത്യമായിട്ട് ക്യാരക്ടർ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊരു മൈൽഡ് പരിപാടികളാണ് വെച്ചേക്കുന്നത്, മൈൽഡ് റിയാക്ഷൻസ് വെച്ചേക്കുന്നത്. അത് തന്നെ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അതിനേക്കാൾ ഭീകര പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രിപ്റ്റ് തുടങ്ങുന്ന ഉദയകൃഷ്ണ സിബി, പിന്നെ സച്ചി സേതു, ഇരട്ട തിരക്കഥാകൃത്തുക്കളുടെ കൂടെ തുടങ്ങുന്നത്. പിന്നെ ഇവർ വേറെ സെപ്പറേറ്റ് ആയ ശേഷമാണെങ്കിലും ഉദയകൃഷ്ണ കൂടെ വരുന്നു, സേതു കൂടെ വർക്ക് ചെയ്യണു. എങ്ങനെയായിരുന്നു ഇത് കോംബോയിൽ വർക്ക് ചെയ്യുന്നതും സെപ്പറേറ്റ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും? അത് അവർ ഓൾറെഡി അങ്ങനെ ആയിരുന്ന ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ വർക്ക് ചെയ്തത്. ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ തുടക്കം പോലെ അങ്ങ് കൂടി അങ്ങ് ഇരിക്കുക, എഴുതിയിട്ട് വാ എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല. എഴുത്തിൽ കൂടെ തന്നെ അവരെഴുതും, നമ്മളിങ്ങനെ കാഴ്ചക്കാരനായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഡിസ്കസ് ചെയ്യാം, ഓരോ കാര്യങ്ങൾ, ഓരോ പ്രോസസ്സ് അറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു പരിപാടി ഈ സമയമാണ്, പ്രീ പ്രൊഡക്ഷൻ സമയം. അത് ഭയങ്കര രസമാണ്. അത് ഫുള്ളായിട്ട് ഉണ്ടായി വരാണല്ലോ, ഒന്നും ഇല്ലായ്മയിൽ നിന്നുണ്ടാകുന്നൊരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചർച്ച ചെയ്ത് ഇൻ ദ സെൻസ് അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാം, നമ്മുടെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ഉണ്ടായി വരുന്നത് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ അപ്പോൾ അത് ഇരട്ടകളാകുമ്പോൾ അവർക്ക് സൗകര്യമുണ്ട്, അവർക്ക് തമ്മിൽ സംസാരിക്കാൻ, എൻ്റെ അടുത്ത് പറഞ്ഞതിന് മുമ്പ് സംസാരിക്കാൻ അവർക്കൊരു ഓപ്ഷൻ കിട്ടുമല്ലോ. മറ്റേത് എൻ്റെ അടുത്ത് തന്നെ ആദ്യം പറയേണ്ടി വരും. അത്രേ ഉള്ളൂ, അല്ലാതല്ല സീനിയേഴ്സിലേക്ക് വരുമ്പോൾ ചോക്ലേറ്റ് ചെയ്ത് വെച്ച സച്ചി സേതു കോംബോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുപോയി കോളേജിലൊരു കുറച്ച് പ്രായമായ ആൾക്കാർ പ്ലേസ് ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തിയേറ്ററിൽ എനിക്ക് ഓർമ്മയുണ്ട്, കണ്ടപ്പോൾ തന്നെ അന്നൊന്നും ഇത്രയൊന്നും ധാരണയായിട്ടല്ലോ പോയിരിക്കുക, അപ്പോൾ തന്നെ പ്രായമായവർ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ചാക്കോച്ചനെ ആ കാലഘട്ടത്തിൽ വില്ലനാക്കുക എന്നുള്ള, ഇതിൽ ആരായിരിക്കും ചാക്കോച്ചനെ ലാസ്റ്റ് ആയിരിക്കും പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന പോലും ഉണ്ടാവാത്തൊരു സമയത്താണ് നിങ്ങളത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു തീരുമാനം എങ്ങനെയായിരുന്നു? ഇതിൽ ആര് വേണം ഈ വില്ലനാവുക എന്നുള്ളത്? ആ കൂട്ടത്തിൽ ആര് ചെയ്താൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് എന്ന് നോക്കിയപ്പോൾ ചാക്കോച്ചൻ ചെയ്ത, ബാക്കി എല്ലാവരും ചിലപ്പോൾ ചെയ്തേക്കാന്നൊരു പ്രതീക്ഷ. ചാക്കോച്ചൻ എന്തായാലും ഇത് ചെയ്യില്ലല്ലോ എന്നുള്ളൊരു രീതിയിൽ പിന്നെ അതായിരിക്കും വ്യത്യാസം തോന്നി അന്ന്. ബാക്കി എല്ലാവർക്കും
പ്രൊഡിക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി, അത് വേറെ കാര്യം. പക്ഷേ അത് ഒരു കൂടുതൽ ഇൻട്രസ്റ്റിംഗ് അതായിരിക്കും. പിന്നെ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്യാൻ അത് വ്യത്യാസമായിരിക്കും വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അത് കഴിഞ്ഞാണ് സേതു ചേട്ടൻ്റെ കൂടെ അല്ലെ മല്ലു സിംഗ് വരുന്നത്. മല്ലു സിംഗ് ഇപ്പോഴും എല്ലാവരും പറയും പൃഥ്വിരാജ് ഉണ്ണിമുന്തൻ ആയതും ഇതൊക്കെ എല്ലാവരും ഇപ്പോഴും കളർഫുൾ പരിപാടിയായിട്ട്. അതെ അതെ അതെ. ഈ പൃഥ്വിരാജ് ആയിരുന്നെങ്കിൽ ഇന്നുള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമായിരുന്നോ? വേറെ തരം സിനിമയല്ലേ, ഓരോ ആക്ടർ പ്ലേസ് ചെയ്യുമ്പോൾ ഓരോരുത്തർ പെർഫോം ചെയ്യുമ്പോൾ അത് വേറെ വേറെ സിനിമയായിട്ടല്ലേ മാറുന്നത്. ബ്രൂസ്ലി വിചാരിച്ചിരുന്നല്ലോ ഉണ്ണിമുന്തനെ വെച്ച്, അത് പിന്നീട് അങ്ങനെ അത് പിന്നീട് ഡ്രോപ്പ് ചെയ്തു. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ചും കൂടിയും വലിപ്പം വേണം. കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റും വലിപ്പവും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പം നമ്മൾ ചെയ്യാൻ പോയ സമയത്ത് സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടായിരുന്നു. അത് ആക്ച്വലി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് അത് ഫുള്ളായിട്ട് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുന്നതിന് മുമ്പ് പറ്റില്ലെങ്കിൽ പിന്നെ നേരത്തെ നിർത്തുന്നതാണല്ലോ നല്ലത്. അപ്പോൾ അത് കാരണമാണ് അത് അന്നേരം ഒരു ഇഷ്യൂ. അത് ചിലപ്പോൾ ഇപ്പോഴൊക്കെയാണ് ഇനി ചിലപ്പോൾ കുറച്ചും കൂടെയൊക്കെ എളുപ്പത്തിൽ നടക്കാൻ പറ്റും. കാരണം ബിസിനസ്സൊക്കെ മാറിയല്ലോ, സിനിമയുടെ കാഴ്ചക്കാരുടെ റേഞ്ച് മാറി, നമുക്ക് കുറച്ചുകൂടി വൈഡറായിട്ട് കിട്ടി തുടങ്ങി. ബോക്കിരാജയിലേക്ക് വരുമ്പോൾ തന്നെ മമ്മൂക്കാന്റെ ആ ഇംഗ്ലീഷ്, മുറി ഇംഗ്ലീഷ് എന്നുള്ളത് ഹൈലൈറ്റ് ആയി വെച്ചൊരു സാധനം. മുറി ഇംഗ്ലീഷ് മമ്മൂക്കയുടെ കോൺട്രിബ്യൂഷനാണ്. കാരണം പുള്ളി അന്ന് ഈ എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ പരിപാടി തമാശ വരുന്നൊരു സമയം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിപാടി വേണം എന്ന് രാജമാണിക്യത്തിൽ അന്നേരം തിരുവനന്തപുരം സ്ലാങ്ങൊക്കെ പിടിച്ചെടുക്കുക. അപ്പോൾ ഇതിനെന്താണ് വെറൈറ്റി ആയിട്ട് പിടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ട് പുള്ളി സ്വയം കണ്ടുപിടിച്ച്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഇത് ഉൾപ്പെടുത്തിയതൊക്കെ കറക്റ്റ് പോർഷൻസും അത് ഉദയേട്ടനും സിബിച്ചേട്ടനൊക്കെ അല്ലേ, അവർ ഭയങ്കര പെട്ടെന്ന് ചെയ്യും. അതൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലതൊക്കെ വരുമ്പോൾ തോന്നില്ലേ ഇത് കുറച്ച് അധികം ആവോ? എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇമോഷണൽ സീൻസ് ഒക്കെ പുള്ളി മുറി ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമോഷണൽ സീനിലൊക്കെ അതൊക്കെ വർക്കായിട്ടുണ്ട്. സിദ്ദിഖ് സാറിനോടൊരു ക്രിട്ടിക്കൽ സീനിൽ എന്തോ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ രാജമാണിക്യത്തില് ഇമോഷണൽ സീൻസ് ഒക്കെ അങ്ങനെയല്ലേ പറഞ്ഞേക്കണേ. പുള്ളി ക്യാരക്ടർ പിടിച്ച ക്യാരക്ടറിലങ്ങ് നിൽക്കും. അപ്പൊ അതങ്ങ് വർക്കാവും. പുള്ളിക്ക് അറിയാം ആൾക്കാർക്ക് എങ്ങനെയാണത് ഫീൽ. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യം ഫീൽ ചെയ്യുന്നുണ്ടാവും ക്യാരക്ടറിന്. അപ്പൊ കാഴ്ചക്കാരന് അതുപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കാം പുള്ളി മനസ്സിലാക്കുന്നത്. പുലിമുരുകനിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളൊന്ന് ആ ഒരു 1-2 കൊല്ലത്തേക്കായി ഇരിക്കുന്നത് ട്രെൻഡ് ആക്കിക്കൊണ്ടിരുന്നതല്ലേ. അതും അതുപോലെ ആ ചെരുപ്പും ആ ഒരു ടൈ തൊട്ടുള്ള ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ. പുലിമുരുകന്റെ വേഷവും ഈ രീതിയൊക്കെ അതൊക്കെ ഒരുപാട് പേര് കളക്റ്റീവായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ അതിനകത്ത് വർക്ക് ചെയ്ത കോസ്റ്റ്യൂമേഴ്സ്, ആർട്ടിൽ വർക്ക് ചെയ്തവർ, അതിൻ്റെ ക്യാമറമാൻ, അതിൻ്റെ റൈറ്റർ, ആക്ഷൻ കൊറിയോഗ്രാഫർ, അങ്ങനെ എല്ലാവരുടെയും ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഈ സിനിമയിലുണ്ട് കേട്ടോ. ഈ സിനിമയിൽ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഒന്ന് അവരുടെയൊക്കെ ഒരു സ്പേസിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഇൻപുട്ടുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ സിനിമയും ഒരു ടീം വർക്കിലാണ് നന്നാവുക. ഇപ്പോൾ അസോസിയേറ്റ് ചെയ്തായാലും അസിസ്റ്റ് ചെയ്തായാലും ഒക്കെ ജോഷി സാറിൻ്റെ കൂടെയും ജോണി ആന്റണി ചേട്ടൻ്റെ കൂടെ ആണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. ശരിയാണ്. അത് അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഗുരുവിനെ അഭിനയിപ്പിക്കാൻ. അതെങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ ടെൻഷനില്ല, ജോൺ ചേട്ടനോട് നിൽക്കുമ്പോൾ ടെൻഷനാണ്. ഷോട്ട് എടുക്കുമ്പോൾ അല്ല ഇത് എങ്ങാനും ഷോട്ട് കറക്റ്റല്ല എന്നെങ്ങാനും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടേ, ഇതാണോടാ ഞാൻ നിന്നെ പഠിപ്പിച്ചെന്നൊക്കെ ചോദിച്ചാലോ എന്ന് പേടിച്ചിട്ട് പഠിപ്പിക്കുന്ന ഫീലാണല്ലോ. ജോൺ ചേട്ടൻ പക്ഷെ ഭയങ്കര രസമാണ്, പണ്ണ പുള്ളി ഇപ്പൊ ഫുൾ ടൈം ആക്ടർ ആണല്ലോ. പിന്നെ അന്ന് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് തുർപ്പുകുലാരൊക്കെ ആണെങ്കിൽ തുർപ്പുകുലാലിലും മമ്മൂക്കാന് ഈ പറഞ്ഞൊരു കോമഡി വരുന്നില്ലേ? അതെ, തുർപ്പുകുലാലില് ആണ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വന്ന് ജിസേട്ടൻ വോയിസ് കൊടുത്ത് അവിടെ ആരും ഇല്ലായിരുന്നു തോന്നുന്നു, ഞാൻ കയറി നിന്നത് അവിടെ. ഡയലോഗ് ജിസേട്ടനുണ്ട് ഡബിൾ ചെയ്തത്. ഈ ആക്ടർ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോ? എനിക്ക് പണ്ടുണ്ടായിരുന്നു. പണ്ട് പിന്നെ ചെറുതായിരുന്നപ്പോൾ അഭിനയിക്കണം എന്നൊക്കെ, സിനിമയിൽ വന്ന ശേഷം ഇല്ല. ആ സമയത്ത് എക്സിസ്റ്റ് ചെയ്ത ഒരു ഓർമ്മ എന്താ? കൊച്ചി രാജാവിലാണെങ്കിൽ ഈ ഓട്ടോ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. എത്രയധികം ഓട്ടോകൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ടിപ്പർ ലോറി വരും. ടിപ്പർ ലോറിക്കകത്ത് ഇങ്ങനെ ആർട്ടിസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ പൊക്കുമ്പോൾ ഇതിങ്ങനെ താവട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ഷോട്ട് വന്ന ഷോട്ട്. അപ്പോൾ ഇത് ശരിയാവില്ല, റീടേക്ക്
അപ്പോൾ തിരിച്ച് മണൽ വാരി കോരിയിടും, മണൽ തിരിച്ച് നിറയ്ക്കണമല്ലോ. അപ്പോൾ അത് ഞാനും സുരേഷ് പായിപ്പാട് എന്ന് പറയുന്ന വേറെ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് കോരിയിടുന്നു. അപ്പം ഞാൻ പറഞ്ഞു പായിപ്പാടിനോട്, പായിപ്പാട് ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്ന് നോക്കി കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മണൽ വാരിയിടുന്നൊക്കെ പറയുന്നത്. അവർ ചുമ്മാ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ മണൽ വാരിയിട്ടില്ല. അന്നൊക്കെ ഫണ്ണായിരുന്നു ഭയങ്കരമായിട്ടേ, എല്ലാം ജോലി ചെയ്യുമായിരുന്നു എല്ലാവരും. ആ ഒരു ഇഷ്ടം കൊണ്ട് അല്ലേ. അതില് ടിപ്പർ പറഞ്ഞപ്പോ ജഗതി ചേട്ടൻ ലോറിയിൽ വരുന്ന അതൊക്കെ എടുത്തത് എങ്ങനെയാണ്? ലോറി, ആ വണ്ടി പിന്നെ ഓടാത്ത വണ്ടിയാ, അങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ലോറിയിൽ കയറ്റി എങ്ങാണ്ട് കൊണ്ടുവന്ന് ഇതിനെ മണ്ടയിൽ കയറ്റി വെച്ചിട്ട് അത് അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കോയമ്പത്തൂരം കണ്ട് എടുത്ത സമയത്ത് വിന്റേജ് വണ്ടിയല്ലായിരുന്നു. അതുപോലെ കോളേജ് ഫൈറ്റിലുണ്ടല്ലോ, കോളേജ് ഫൈറ്റിൽ അതിലൊരു ഒന്ന് തല കാണിച്ചിട്ടുണ്ട്. അതങ്ങനെ പിടിച്ചു നിർത്തുന്ന ആ സമയത്ത് അങ്ങനെ ആൾക്കാരൊക്കെ കുറവുണ്ടാവും അന്ന്. പിന്നെ ചെറിയ പ്രായം, അന്നേരം കോളേജിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ജോഷി സാറിന് 2020-ലും അത് അതിനു മുമ്പോ ശേഷം അങ്ങനെ ഒരു പടം ഉണ്ടായിട്ടില്ല. സാധിക്കും വലിയ എക്സ്പീരിയൻസ്, കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളുള്ള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുക, അത് ആക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതി, കോർഡിനേഷൻ പഠിച്ചത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അതിലും വലിയൊരു എക്സ്പീരിയൻസ് വേറെ കിട്ടാനുണ്ടാവില്ലല്ലോ. ഇല്ല, കോർഡിനേഷൻ അത് ഓർഗനൈസ് ചെയ്ത രീതി, ക്യാരക്ടേഴ്സിന് പ്ലേസ്മെന്റ് കൊടുക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരുന്നു. എന്തെങ്കിലും ഒരു മൾട്ടി സ്റ്റാർ അത്രയും വലിയൊരു സ്കെയിലിൽ മൾട്ടി സ്റ്റാർ ഇങ്ങനെയൊന്നും അല്ലാതെ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അതിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പടം ചിന്തിച്ചിട്ടുണ്ട്. അതൊരു പ്രാക്ടിക്കൽ ആയിട്ടില്ല, അങ്ങനെ ഒരു പടം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ. അപ്പോൾ ഇനി എന്തായിരിക്കും? ഇനി അടുത്ത് ചെയ്യുന്നത് ഖലീഫ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ പടമാണ്. ജിനു ആണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ബാക്കിയുണ്ട്. ഒരു 1.5 മാസം കൊണ്ട് സ്ക്രിപ്റ്റ് പണി തീരും. സ്ക്രിപ്റ്റ് തീർന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനമാവും. മാസ് പടമാണ്, വൈശാഖ് മൂവി.